പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മെയ് മാസം 30-ാം തീയതി മെയ് മാസ റാണി, 31-ാം തീയതി വണക്കമാസം കാലം കൂടുന്നൊരു ശുശ്രൂഷയ്ക്ക് ഉണ്ട് നമ്മുടെ വീടുകളിൽ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കൂടണം കേട്ടോ. പിന്നെ എങ്ങനെയാണാവോ നമ്മളുടെ വണക്കമാസമൊക്കെ ചെല്ലുന്നുണ്ടോ വീടുകളിൽ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ശരിക്ക് നമ്മളുടെ ആ സംഭവങ്ങളിൽ ഓരോ സംഭവങ്ങളൊക്കെ എടുത്ത് പള്ളിയിൽ നമ്മൾ ഷോർട്ടായിട്ടല്ലേ ചെല്ലുക, പക്ഷേ നമ്മൾ പേഴ്സണലായിട്ടൊക്കെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതിലെ സംഭവം എന്നുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായി ടച്ചിങ് ആയിട്ട് അതിങ്ങനെ പതുക്കെ ഇങ്ങനെ വായിച്ചു കൊണ്ടത്തെ അല്ലേ. ഇന്ന് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഇത്രയും സ്പ്രെഡായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ അനേക കോടി മനുഷ്യർ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചിട്ടുള്ളതാണ്. ആ സംഭവമൊക്കെ ഞാനിങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ സമയത്തൊക്കെ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണീര് ലയിച്ച് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ കണ്ണീരൊന്നും വരില്ല. അപ്പോൾ നാളെ നമ്മൾ ഇന്നും നാളെയൊക്കെ പറ്റുവാണെങ്കിൽ ആ സംഭവം ഉൾപ്പെടെ നിങ്ങൾ ഇനി ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ വായിച്ച്, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിൽ അമ്മമാർ അതിൻ്റെ പേരിൽ ഒരു അടി ഉണ്ടാക്കാനുള്ള പെർമിഷൻ തന്നിരിക്കുന്നു. ചിലപ്പോൾ ഭർത്താവും പിള്ളേരും പറയും എന്ത് വേണ്ട എന്ന് പറഞ്ഞാൽ പറയണം, നോ ഇന്ന് വായിച്ചിരിക്കും, ഇല്ലാത്തവർക്ക് വീട്ടിൽ നിന്ന് പോകാം. അപ്പോൾ സംഭവമൊക്കെ വായിച്ചേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജെറമിയ പ്രവചനം 10:2. അവിടെ കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത്, ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കുകയും അരുത്, ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത്. എന്ത് സഹോദരങ്ങൾ ഇതിൻ്റെ അർത്ഥം? ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത്. അതായത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. നമുക്കറിയാം, അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ അനേകം ജാതികളിൽ നിന്നാണ്, അനേകം മനുഷ്യരിൽ നിന്നാണ് ആ ഒരു ചെറിയ സമൂഹത്തെ ദൈവം വേർതിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, യഹോവയായ ദൈവമല്ലാതെ വേറൊരു ദൈവത്തിൽ നിങ്ങൾ ദൃഷ്ടി പതിപ്പിക്കരുത്. അവർക്ക് അവരുടേതായ ആചാര രീതികളൊക്കെ ഉണ്ടാകും, പക്ഷെ അവയിലൊന്നും പോയേക്കരുത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച രീതി മാത്രമേ അനുകരിക്കാവൂ. വേറെ അങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും തിരിയരുത്. ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കരുത്. ഈ ജനതകളുടെ പ്രത്യേകതയാണ്, അവർ സൂര്യനെയും ചന്ദ്രനെയും അതൊക്കെ കണ്ടവർ ആരാധിക്കും. അതിൽ കുറേ കാര്യങ്ങൾ അവർ പറയും. നിങ്ങൾ അതിൽ സംഭ്രമിക്കരുത്. എന്നിട്ട് പറയണേ, ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ, ജനതകൾ എന്ന് പറഞ്ഞ് വിജാതീയ മക്കളാണ് അവയിൽ സംഭ്രമിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. പ്രിയ സഹോദരങ്ങളെ, ഇതിലേറ്റവും വലിയ ദുഃഖം ചിലപ്പോഴെങ്കിലും കത്തോലിക്കരായിട്ട് ചിലപ്പോൾ പരിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുത്ത് സ്വീകരിക്കുന്നവർ തന്നെയായിരിക്കും ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കണം. അതുപോലെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗീസ് ഓഫ് ദ കാത്തലിക് ചർച്ചിനെ കുറിച്ചൊരു ചെറിയ ധാരണയുണ്ടാകണം. ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നൊരു പുസ്തകമാണ് യൂത്ത് കാറ്റഗിസം. ഒരു മഞ്ഞ പുസ്തകമാണ്. നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ കാറ്റഗീസത്തിൻ്റെ ACC പ്രോഗ്രാമിനെ അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യു കാറ്റ്, അത് പ്രിയ സഹോദരങ്ങളെ, അത് വളരെ, അതുപോലെ ഷാലോമിൽ നമുക്ക് കാണാവുന്ന ഒരു പ്രോഗ്രാമാണ് ഷാലോം സി കാറ്റ്. നമ്മുടെ പാംപ്ലാനി പിതാവ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ രീതിയിൽ മതാധ്യാപകർ, എനിക്ക് തോന്നുന്നു കാറ്റഗീസം കുട്ടികൾ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെയാണ്. നമ്മളങ്ങനെ പ്രിയ സഹോദരങ്ങളെ ശരിക്കും ബൈബിളിനെ കുറച്ചുകൂടി ആഴത്തിൽ അറിയാനൊക്കെ ആയിട്ട് നമുക്ക് ഒരു പരിശ്രമം നമ്മൾ നടത്തണം. ലോകര് പറയുന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കുടുംബങ്ങൾ, പ്രത്യേകിച്ച് തകർന്ന് തരിപ്പണായ കുടുംബങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ, അച്ഛാ ഞങ്ങൾ ഇന്ന ആൾ പറഞ്ഞിട്ടാണ്, ആൾ കുർബാനയ്ക്കൊക്കെ പോകുന്ന ആളാണ്, പുള്ളിയാണ് അവിടെ പോയിട്ട് ഞങ്ങളോട് പൂജയ്ക്കിരിക്കാനും ഊതിക്കാനും ഒക്കെ പറഞ്ഞത് ആളാണ്, അപ്പുറത്തെ ആളാണ്, ഇപ്പുറത്തെ ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രിയ സഹോദരങ്ങൾ, അത് ഒഴികഴിവില്ല. കാരണം വചനം നിനക്ക് സമീപസ്ഥമാണ്. അതുകൊണ്ട് ഈ ഒരു വചനം മനസ്സിൽ കുറിച്ചേക്കണം. നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകുന്ന ഒരു വചനമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ജെറമിയ 10:2. ഈ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നാളെ 31-ാം തീയതിയാണ്, ശനിയാഴ്ച, മാതാവിൻ്റെ ദിവസമാണ്. എല്ലാവരും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.